ഹൈമാവതി കൃഷി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇനിയിപ്പോൾ ഞാൻ ഇവിടെ ആക്കാൻ പോകുന്നത് വെച്ചാൽ ഒരു കുപ്പി. ഈ കുപ്പി വലിച്ചാടുന്ന കുപ്പിയാണ്. ഈ കുപ്പീനെ കൊണ്ട് നമുക്ക് ഒരു ഉപകാരം ഉണ്ടാവും. ഒരു കൊല്ലത്തേക്ക് ഒറ്റൊരു ചൂലുണ്ടാക്കി ഒരു കൊല്ലം നമുക്ക് അടിച്ചാലും തീരൂല. അത്ര നല്ല ഈ കുപ്പിയോട് അത്ര നല്ലൊരു കുപ്പി ഒരു ചൂലുണ്ടാക്കാൻ പറ്റും. നിങ്ങൾ കണ്ടു നോക്കുക. എല്ലാ വീട്ടമ്മമാരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളായത് ഈ ഒരു കുപ്പി, ഈ ഒരു പിടി ഈർക്കിൽ ഞാൻ ഓല തരക്കിക്കൊണ്ടു തെങ്ങോല കൊണ്ടുവന്നിട്ട് അതിൻ്റെ ഇത് കളഞ്ഞിട്ട് ഇത്ര പോലെ ആക്കിയിട്ട് ഇവിടെ വെച്ചതാണ്. ഇനിയിപ്പോൾ ഈ കുപ്പി മുറിച്ചിട്ട് നമ്മൾ ഇതിനകത്ത് ആക്കിയിട്ട് എങ്ങനെയാണ് ഞാൻ മാറ്റി ഉണ്ടാക്കുന്നത് നിങ്ങളൊന്ന് നോക്ക്. ഇതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും വിചാരിച്ചു ഒരു കൊല്ലത്തേക്ക് ഒരു ചൂട് നമ്മളിപ്പോൾ പൈസ കൊടുത്ത് മേടിക്കുന്നെങ്കിൽ ഒരു ശക്തിയില്ലാതെ ഈർക്കിലും ഒരു ഗുണമില്ലാതെ കാര്യങ്ങളാണ് നമുക്ക് കിട്ടുക. നല്ലൊരു മാച്ചി കിട്ടില്ല, വണ്ണം ഉണ്ടാവില്ല, അടിക്കുക. ഇത് നമുക്ക് നിന്നെടുത്ത് അടിക്കാൻ നല്ല വലിയ ഇതാണ്. ഇതിപ്പോൾ എന്താ വേണ്ടത് വെച്ചാൽ ഞാൻ ഇതേപോലെ ഇതിൻ്റെ ഈ മുഴയുണ്ടല്ലോ, ഈ മുഴ തട്ടി അങ്ങ് കളയട്ടെ. ആ മുഴ തട്ടി മുറിച്ചിട്ടങ്ങ് കളയട്ടെ. ഉണ്ടല്ലേ, ഇതേപോലെ ഈ മുഴ മുറിച്ച് കളയാം. കണ്ടാ, ഈ മുഴ മുറിച്ചിട്ട് കളയാം. ഈ മുഴ തേച്ച് മുറിച്ച് ചെത്തി കളഞ്ഞിട്ടാകുമ്പോൾ എന്താ ഇന്ന് ചന്നേരം പാടി തരാം. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇനി വേറെ ആരും വേണ്ട, നമ്മളെ പെണ്ണുങ്ങൾ മാത്രമേ വേണ്ടൂ. നമ്മളിപ്പോൾ പീടിയെന്ന് പണിക്കുന്നതെങ്കിൽ നമ്മളിപ്പോൾ അത്ര പൈസ കൊടുക്കണം. ഒരു ചൂല് പണിക്കണമെങ്കിൽ അതും ഇത്ര ഒരു ഏലും കിട്ടൂല. അങ്ങനത്തെ ഒരു ചൂലും ആയിരിക്കും. ഇതിപ്പോൾ നമ്മൾ ഇതിങ്ങനെ മുറിച്ച് ഇത്രയേ വേണ്ടൂ, വലിയൊരു പണിയൊന്നുമില്ല. ഇനി എന്താ ഇതേപോലെ ഇതിൻ്റെ 5 മുഴയുണ്ട്. ഈ 5 മുഴയേ ഉള്ളൂ. ഇതിൻ്റെ 5 മുഴ മുറിച്ച് നമ്മളിങ്ങനെ ആക്കി, കുപ്പി ഇങ്ങനെ ആക്കി. കണ്ടില്ലേ, ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ കണ്ട, ഇതുപോലെ മുറിച്ചിട്ട് കുപ്പി ഇതിൻ്റെ ദ്വാരാക്കി. കണ്ട, ദ്വാരം കണ്ടില്ലേ, ഇതേപോലെ മുറിച്ചിട്ടാക്കി. ഇനിയിപ്പോൾ എന്താ വേണ്ടത് വെച്ചാൽ ഇതിപ്പോൾ ഇതിൻ്റെ അടിയിലെ മുടി കുപ്പിയൊന്നും കളയണ്ട, ഇതേപോലെ തന്നെ വേണ്ടത്. ഇതിൻ്റെ അകത്ത് ഇനി ഈ ഈർക്കിലെടുത്തിട്ട് ഇതേപോലെ നമ്മൾ ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ ഒരു പിടിയെടുത്തിട്ട് ഇതിൻ്റെ അകത്ത് ഇതേപോലെ ഇതിൻ്റെ അകത്ത് ഇടുക. ഇതിൻ്റെ അകത്ത് നിറക്കുക. ഇതാ വേണ്ടത്. ഓരോന്നിൻ്റെ കള്ളിയിൽ ഇങ്ങനെ നിറച്ചിട്ട് ഇങ്ങനെ താത്ത് കുത്തി നിറക്കുക. ഇതുപോലെ നിറക്കുക. എല്ലാം ഒരുപോലെ താന്ന് കിട്ടണം, ഒരുപോലെ ആവണം. അത് ശ്രദ്ധിക്കണം. എവിടെയെങ്കിലും ആയിപ്പോയാൽ പിന്നെ ആ മാച്ചിക്ക് ഒരു രസവും ഉണ്ടാവില്ല. നല്ലൊരു ചൂലാന്നിത്. ആർക്കും ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ വീട്ടിലെ പെണ്ണുങ്ങൾ മാത്രം ഏച്ചാൽ നമ്മൾ ഒരു വെറുതെ ഇരിക്കുന്നതിൻ്റെ ഒറ്റൊരു ചൂലുണ്ടായാൽ ഒരു കൊല്ലം അടിക്കാം. നമുക്ക് മിറ്റം തേച്ചും അടിക്കാം, ഒരു കൊല്ലം അടിക്കാം. അത്രയ്ക്ക് ഒന്നും പോയി പോവില്ല, ഒരു തരി പോലും പോയി പോവില്ല. ഇത് ഉണങ്ങിയ ഓലേൻ്റെ മട്ടിലാന്ന് വേണ്ടി ഞാനത് എടുത്ത് വെച്ചിട്ടില്ല. അതെല്ലാം കൂടി ആകുമ്പോൾ ഒരുപാട് വലുതായി പോകുന്നതുകൊണ്ടാണ് ഞാൻ ഇതിങ്ങനെ ചെറുതാക്കാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ എടുത്ത് വെച്ചിട്ടുള്ളത്. ഇതിപ്പം കണ്ടില്ലേ, ഇതേപോലെ ഇതിൻ്റെ അകത്ത് നിറക്കുക. ഇതിങ്ങനെ ഈ എല്ലാ കള്ളിയിലും ഇങ്ങനെ ഇതേപോലെ ഇട്ടിട്ട് നമ്മൾ ഫുള്ളായിട്ട് നിറച്ച് കൊടുക്കുക. അതാ വേണ്ടത്. ഇനിയിപ്പോൾ ഇതിങ്ങനെ ഇട്ടു. ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ ഫുള്ളായി നിറക്കട്ടെ, എന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അല്ലേ കണ്ടില്ല, ഇത് കണ്ടില്ല, ഇതുപോലെ ഇത് കണ്ട, ഇതിൻ്റെ അകത്ത് ഇതുപോലെ കണ്ടില്ലേ, ഇതേപോലെ ഇതിനകത്ത് താത്തി നിറക്കും. ഇങ്ങനെ ഉള്ളോട്ടോളം ഇങ്ങനെ താത്തിട്ട് നമ്മൾ ഇതേപോലെ നിറക്കുക. ഇനി ഞാൻ നിങ്ങൾക്ക് ഇതാക്കിയിട്ട് ഇത് കണ്ടില്ലേ, ഇതേപോലെ നിറക്കുക. ഇത് ഫുള്ളാക്കട്ടെ, ഫുൾ നിറക്കട്ടെ. ഇതിൻ്റെ അകത്ത് ഫുൾ നിറച്ചിട്ടാകുമ്പോഴാണ് നമുക്ക് പിന്നെ ചെയ്യേണ്ട പണി. അത് പിന്നെ എളുപ്പമാണ്. ഇതിൻ്റെ അകത്ത് നിറക്കാനാണ് പണി. ഇത് ഫുള്ളായിട്ട് നിറക്കുക. ഒരു ചൂലിന് കണക്കായിട്ടാണ്. രണ്ട് ഓല ഉണ്ടായാലും ഒരു ചൂലാവും. നമ്മളിപ്പോൾ പൈസ കൊടുത്ത് പണിക്കുന്നതൊക്കെ ഉണ്ടല്ലോ, ഇനിയിപ്പോൾ ഒരുപാട് പൈസ കൊടുക്കണം. ഈ ഒരു കുപ്പിക്ക് എങ്ങനെയായാലും ഒരു 100 റുപ്യ കൊടുക്കണം. ആ 100 റുപ്യ നമുക്ക് ചെറിയ സമയം കൊണ്ട് 100 റുപ്യ നമുക്ക് ഉണ്ടാക്കാം. ഇത് ആർക്കെങ്കിലും മേടിക്കും, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും മേടിക്കും നമുക്ക് ഉണ്ടാക്കി കൊടുത്താലും നമുക്ക് പൈസ കിട്ടും. ഒരു 10 എണ്ണം ആക്കിയാൽ ഞാൻ പറഞ്ഞില്ലേ, പൈസ കൊടുത്ത് മേടിക്കുന്നെങ്കിൽ 5 എണ്ണം മേടിച്ചാലും 10 എണ്ണം മേടിച്ചാലും നമുക്ക് ഇതേപോലെ ചൂലാവില്ല. അതുകൊണ്ട് ഇതെന്താ വേണ്ടത് വെച്ചാൽ എല്ലാവരും ഇത് ചെയ്ത് നോക്കുക, എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അവനവൻ്റെ എല്ലാവരുടെ വീട്ടിലും ഇതേപോലെ കുപ്പി വേസ്റ്റ് കളയുന്ന കുപ്പി ഉണ്ടാവും. ചെറിയ കുപ്പി മതി, വലിയ കുപ്പി വേണ്ട, ലിറ്റർ കുപ്പി വേണ്ട, ചെറിയ കുപ്പി മതി. എന്നാൽ അതിന് കുറച്ച് വലുതായി പോയാലും പ്രശ്നമൊന്നുമില്ല, പിടി വരും, നല്ല നീളം വരും, അത്രേ ഉള്ളൂ. അവിടെ നല്ലത് തന്നെയാണ്, ഒന്നും ആയിപ്പോവില്ല. ഇതേപോലെ ഞാനെല്ലാം താത്തു വെക്കട്ടെ.
ഇപ്പോൾ കണ്ടില്ലേ ഇതാ ഇതേപോലെ എല്ലാം താത്ത് വെക്കട്ടെ. നിറക്കണം, ഇതിനകത്ത് തേച്ച് നിറക്കണം. നിറച്ചിട്ട് വേണം. ഞാനിനി നിങ്ങളെ നിറച്ചിട്ട് കാണിക്കാം. ഫുൾ നിറക്കട്ടെ, നിറച്ചിട്ട് കാണിക്കാം. ഒരുപാട് ടൈമായി പോവും. ഇതിപ്പോൾ കണ്ടില്ലേ നിങ്ങളിതിപ്പോൾ ഞാൻ ഇതുപോലെ ഇത് നിറച്ചു. ഇനിയാണ് ഇതിൻ്റെ പണി. തേച്ചു ഇനിയിപ്പോൾ ഈ തീ എടുത്തിട്ട് തീരെ കൊണ്ടാണ് ഇനിയുള്ള നമ്മളെ പരിപാടി കേട്ടോ. നല്ല നല്ല ഉറപ്പിച്ച് നല്ല താത്ത് വെച്ച് ഇനിയിപ്പോൾ ഈ തീൻ്റെ അകത്ത് ഇങ്ങനെ ചെയ്യാം. ഇത് കണ്ട ഇതേപോലെ ഇങ്ങനെ ദൂരെ വെക്കണം. ഇത് ഇതായി പോറ് കണ്ടോ. ഇതേപോലെ എന്നാൽ ഉറച്ച് കിട്ടുന്നവരെ വേണം. ഉണ്ടല്ലേ ഇതേപോലെ. ആ കുപ്പീൻ്റെ വണ്ണെല്ലാം കുറഞ്ഞു കണ്ടോ. കണ്ടില്ലേ കുപ്പീൻ്റെ വണ്ണം പോയില്ലേ, എല്ലാം പറ്റി നിൽക്കും ഇപ്പോൾ. ഉണ്ടല്ലേ ഒരുപോലെ നല്ല കുപ്പിയായി കണ്ട. പാകത്തിന് കുപ്പിയാ. മേലത്തെ ഐതങ്ങ് കളയണം. ഉണ്ടല്ലേ ഇതുപോലെ. ഉണ്ടോ ഇതുപോലെ കണ്ടില്ലേ നല്ല അടിപൊളി ഇതായി. ഉണ്ടോ ഇതിപ്പോൾ ഇത് പൊളിച്ചിട്ടങ്ങ് കളയാം. ഇതങ്ങ് വേണ്ട. ഇപ്പോൾ കണ്ടില്ല നല്ലൊരു ചെറിയ നല്ല പറ്റിയ ഒരു ഇതുമായി. ആദ്യം പൊന്തി നിന്നതല്ലേ ഇനാ, അതെല്ലാം ഇപ്പോൾ ഇങ്ങനെയായി കണ്ട. നല്ല അടിപൊളിയായിട്ടുണ്ട്. കണ്ടാ കേട്ടാ കണ്ടില്ലേ. ചൂടുണ്ട് ഇത് കണ്ടല്ലോ. ഇനി ഇത് എങ്ങനെ നമ്മൾ വെച്ചാലും പറഞ്ഞാൽ ഇത് ഊരില്ല കണ്ടാ. ഇതിപ്പോൾ നമുക്കിപ്പോൾ നിന്നെടുത്ത് തന്നെ ഇങ്ങനെ തന്നെ അടിക്കാം. ചൂടുണ്ട്, ചൂട് പോയിട്ടില്ല. നല്ലൊരു അടിപൊളി മാറ്റിയാണ് ചൂലാന്നതാ. ഇത് ചൂട് തണിയാണ്. ചൂടുണ്ട്, പൊള്ളുന്നുണ്ട്. ഈ ചൂട് തണിഞ്ഞിട്ടാകുമ്പോൾ ഒന്നും ആവില്ല. ഇത് ഏടിയും പോവില്ല. കണ്ടില്ലേ നല്ല ശരിക്കും ഇതിവിടെ ആപ്പിട്ട പോലെ ശരിക്കും ഇതിൻ്റെ ഉള്ളിൽ ഇതേപോലെ കണ്ട. ഇതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് കണ്ട ഇതേപോലെ ഇതാടെ മുറുകി നിൽക്കും. ഒറ്റ വീർക്കിൽ ഊരിപ്പോവില്ല, ഒന്നും ചെയ്യില്ല. കണ്ടില്ലേ. ഇനിയിപ്പോൾ ഇത്തിരി ഉള്ളൂ. നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെല്ലാവരും ഇത് പരീക്ഷിച്ച് നോക്കുക. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഒരു കൊല്ലത്തേക്ക് നമുക്ക് ഒന്നും മതി. ഈ ഒരു ചൂല് മാത്രമേ വേണ്ടൂ. എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ ഇത്തിരി ഉള്ളൂ. നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.